കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് അജിത് ലോറൻസിൻ്റെ പലായനകാലത്തെ പതിവ്രതകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥ അരാജകൻ. ഡിസംബർ മാസത്തിലെ പകുതി നാളുകൾ പിന്നിട്ടെങ്കിലും സന്ധ്യാസമയത്ത് പലപ്പോഴായി കാലം തെറ്റി മഴ പെയ്തിരുന്നു. തലേന്നും അന്ന് ഏതാണ്ട് ഉച്ചവരെയും വീണ്ടും ചെറിയ തോതിൽ മഴ പെയ്തു. വേനൽ മഴ ആ ആണ്ടിൽ വളരെ കുറവായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം അതായിരുന്നു കാലം തെറ്റി മഴ പെയ്യാൻ കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. പകൽ മങ്ങിയ സൂര്യവെളിച്ചം. തിരുപ്പിറവി ആഘോഷിക്കാൻ നാട്ടുകാർ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. സമയം അധികമായില്ലെങ്കിലും അവിടെവിടെ വർണ്ണ നക്ഷത്രങ്ങളും ചെറു ബൾബുകളും മഴ നനഞ്ഞും നനയാതെയും തിളങ്ങുന്നുണ്ട്. ചൂടില്ലാത്ത പോക്കുവെയിലിൻ്റെ അപൂർവ നാളുകളിലൊന്നിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും കൃത്യം 30 കിലോമീറ്റർ വടക്കുമാറി ഹൈവേയുടെ അരികിലെ ബാർ ഹോട്ടലിൽ അധികം തിരക്കില്ലാതിരുന്ന ഒരു വൈകിട്ട് ഒറ്റയ്ക്കൊരു മുറിയിൽ മദ്യപിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് രണ്ടാമതൊരാൾ ഒന്നാമൻ്റെ ഏകാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് ചാരിയിട്ടിരുന്ന വാതിൽ തള്ളിത്തുറന്ന് കയറി ചെന്നു. അല്ല സുഹൃത്തെ, സമയം കഷ്ടിച്ച് 6 കഴിയുന്നതേയുള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ? പരസ്പരം പരിചയമുള്ളവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒന്നാമനോട് അപരിചിതനായ രണ്ടാമൻ ചോദിച്ചു. നിങ്ങളാരാ? എന്തേ എൻ്റെ ടേബിളിൽ വന്നിരിക്കുന്നു? ഒന്ന് സ്വസ്ഥമാകാനാണ് താഴെ സ്റ്റാൻഡിങ്ങിലും ഹാളിലും ഒന്നും പോകാതെ ഈ മുറിയിൽ വരുന്നത്. ഒരു പരിചയവുമില്ലാത്ത നിങ്ങൾ എന്തിനാ എന്നെ തോണ്ടുന്നത്? ഈ മുറിയിലും ടേബിളിലും മറ്റൊരാൾക്ക് കൂടി ഇരിക്കാൻ പാടില്ലെന്നുണ്ടോ? ബാർ ഹോട്ടലുകളിലെ മുറികൾ ഒറ്റൊരാൾക്കായി കൊടുക്കാറില്ലല്ലോ. ഞാൻ അങ്ങനെ കയറിയതാ, പ്രയാസമുണ്ടോ? രണ്ടാമൻ ചോദിച്ചു. ഏകാന്തത നഷ്ടപ്പെടുത്തിയതിലുള്ള ഇഷ്ടക്കേട് മാറിയിട്ടില്ലെന്ന് വരുത്തി. ആ, അത് പോട്ടെ എന്ന് ഒന്നാമൻ പറഞ്ഞു നിർത്തി. പുറത്ത് ഹൈവേയിൽ കൂടി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നതിൻ്റെ അസ്വസ്ഥമാക്കുന്ന ഒച്ച ഒന്നാം നിലയിലെ അടച്ചിട്ട മുറിയിൽ വ്യക്തമായി കയറിയിറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇരുവരും ഏതാനും മിനിറ്റുകൾ മുഖത്തോട് മുഖം നോക്കാതെയിരുന്നു. ഒന്നാമന് തൻ്റെ ഗ്ലാസ്സിൽ ഇനിയും 2 വലിക്കുള്ള സാധനം ബാക്കിയുണ്ട്. ബാറിൽ ഇന്ന് പതിവുകാർ പോലും വന്നിട്ടില്ല. മാസാവസാനമായതുകൊണ്ടാകാം, അതോ ഇന്നു മുതൽ 20% വില കൂടുന്നുവെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാകുമോ, അല്ല സ്ഥിരം ആളുകൾ വരാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ എന്ന് രണ്ടാമൻ വെറുതെ പുലമ്പി. അപ്പോഴേക്കും ബാർമാൻ എത്തി. റൂമിൽ ലൈറ്റുകൾ ഇട്ടു. രണ്ടാമനോട് എന്താണ് വേണ്ടതെന്ന് ബാർമാൻ ആരാഞ്ഞു. 4 ഡബിൾ ലാർജ് റം. ഏതാ കൊള്ളാവുന്നത്? തലയറുത്ത് കൊന്നാൽ പോലും അറിയരുത്, അത്രയ്ക്ക് കിക്ക് കിട്ടണം. നല്ല കടുപ്പമുള്ളത് തന്നെ കൊണ്ടുവാ. വളരെ ഉത്സാഹവാനായിട്ടാണ് രണ്ടാമൻ ഓർഡർ ചെയ്തത്. ഓൾഡ് കാസ്ക്, ഓൾഡ് മോങ്ക്, ഓൾഡ് പോർട്ട്, ഹെർക്കുലിസ് 3X. പിന്നെ വൈറ്റ് റം ഉണ്ട്. വോഡ്ക റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. ബാർമാൻ റമ്മിൻ്റെ മൊത്തം ലിസ്റ്റും വെളിപ്പെടുത്തി. സർ, കഴിക്കാൻ ഫിംഗർ ചിപ്സ്, ഗ്രീൻ സാലഡ്, ബീഫ് ഡബിൾ ഫ്രൈ, കക്കാത്തോരൻ, കല്ലുമേക്കായ ഒലത്ത്, മട്ടൺ ചാപ്സ്, മട്ടൺ ബ്രെയിൻ, ലിവർ ഫ്രൈ. ബ്രെയിനും ലിവറും തൽക്കാലം ഗ്രീൻ സാലഡ് മതി, രണ്ടാമൻ പരിഹാസഭാവത്തിൽ പറഞ്ഞു. മുറിയിൽ വന്നു കയറിയ സമയത്ത് ഒന്നാമനോട് എന്തോ സംസാരിച്ചതാണ്. അതിനുശേഷം ഏറെ നേരമായി ഇരുവരും തമ്മിലുള്ള നീരസം നിശബ്ദതയായി തുടരുകയാണ്. ആര് ആദ്യം സംസാരിച്ചു തുടങ്ങുമെന്നതായിരിക്കും പ്രശ്നം. വളരെ വൈഷമ്യത്തോടെ രണ്ടാമൻ ഒന്നാമനോട് ചോദിച്ചു. സുഹൃത്തെ, നിങ്ങൾ എന്താ കഴിക്കുന്നേ? കടുപ്പം കൂടിയത് ഓൾഡ് പോർട്ടാണ്. പിന്നെ രാവിലെ ചിലർക്ക് കുത്തലുണ്ടാകും. 4 കൂടി ഒന്നിച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തലയ്ക്ക് പിടിക്കും. ഞാൻ ഓൾഡ് മോങ്കാണ്. ഇവൻ സ്ലോയാണ്, ഒരു കിഴവൻ സന്യാസിയെപ്പോലെ. ഒന്നാമൻ രണ്ടാമൻ്റെ മുഖത്ത് നോക്കാതെ മേശപ്പുറത്തെ തൻ്റെ കയ്യിലെ ഗ്ലാസ്സിലെ പിടിവിടാതെ വലിയ താല്പര്യമില്ലാതെ മൗനം വെടിഞ്ഞു. അപ്പോഴേക്കും രണ്ടാമൻ ഓർഡർ ചെയ്ത ഓൾഡ് പോട്ട് 4 ഗ്ലാസ്സിലായി എത്തി. ഒന്നാമന് വേണ്ടി കടുപ്പം താരതമ്യേന കുറഞ്ഞ 3 ഗ്ലാസ് വേറെയും. നിങ്ങൾ എത്ര കഴിച്ചു ഇതുവരെ? രണ്ടാമൻ ചോദിച്ചു. ഞാൻ ഇപ്പോൾ തുടങ്ങിയതേയുള്ളൂ. ഈ കൊണ്ടുവന്ന 3 കൂടിയേ ഉള്ളൂ, ഒന്നാമൻ പകുതി പറഞ്ഞു നിർത്തി.
രണ്ടാമൻ ഒന്നാമൻ്റെ വാക്കുകളിൽ അയവ് വന്നതിൻ്റെ ആശ്വാസത്തിൽ ഉത്സാഹവാനായി. നിങ്ങൾ ഇനിയും 10-30 ലാർജ് കൂടി കഴിച്ചോ. ഭക്ഷണം എത്ര വേണേലും കഴിച്ചോളൂ. മൊത്തം ബില്ലും ഞാൻ കൊടുക്കാം. പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ചെയ്യാവോ? എന്നെ ഒരിടത്ത് കൊണ്ടെത്തിക്കണം. എനിക്ക് തനിച്ച് സാധിക്കില്ല. ഒരാളുടെ സഹായം കൂടിയേ തീരൂ. വണ്ടി ഓടിച്ചു പോകാനാണോ എന്നെ കൂട്ടുവിളിക്കുന്നത്? അതോ വല്ല അടിപിടി കേസുണ്ടോ? പെണ്ണുകേസോ മറ്റോ? ഒന്നാമൻ സംശയാലുവായി. അതൊന്നുമല്ല, എനിക്ക് മരിക്കണം. അതുവരെ പാലിച്ച ഉത്സാഹവും സൗമ്യതയും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രണ്ടാമൻ വളരെ ഗൗരവത്തിൽ കാർക്കശ്യത്തോടെ പറഞ്ഞു. ഒന്നാമൻ ഞെട്ടി, സ്തബ്ധനായി. വാക്കുകൾ കിട്ടാതെ അന്ധാളിച്ചിരുന്നു. പിന്നവിടെ ഭയാനകമായ നിശബ്ദത മാത്രം. ഇരുവരും ഒന്നും കുറേ നേരത്തേക്ക് സംസാരിക്കാതെ മുഖാമുഖം നോക്കിയിരുന്നു. ഈ സമയം ഒന്നാമൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രണ്ടാമൻ പുറത്തേക്ക് നോക്കി. 1-ാം നിലയും കഴിഞ്ഞ് വളർന്ന് ഹോട്ടലിനോട് ചേർന്ന് കാലപ്പഴക്കം വന്ന ഒരു ആഞ്ഞിലി വൃക്ഷം, ശിഖരങ്ങൾ ഒടിഞ്ഞ് ഉണങ്ങിയ പാടുകൾ കൊണ്ട് വികൃതമായി നിൽക്കുന്ന ആഞ്ഞിലിയിൽ ചക്ക മൂത്തും പഴുത്തും നിൽപ്പുണ്ട്. ഭയം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ആ പഴയ വൃക്ഷത്തിൽ മഞ്ഞയും ഇളം മഞ്ഞയും കടുംപച്ചയും ഇളം പച്ചയും നിറത്തിൽ നല്ല ഉരുണ്ട ചക്കകൾ ജനാലയുടെ ഗ്രില്ലിൽ കൂടി കൈകടത്തിയാൽ പറിച്ചെടുക്കാവുന്ന ദൂരത്തിൽ. താഴെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കത്തിച്ചു പോകുന്നു. ആഞ്ഞിലിച്ചുവട്ടിൽ പഴുത്ത ചക്കകൾ വീണു ചിതറി മഴയിൽ നനഞ്ഞ് അഴുകിക്കിടപ്പുണ്ട്. മഴയിൽ കുതിർന്ന് ആ പ്രദേശത്തെ ചെമ്മണ്ണും പൂഴിയും സുഖകരമല്ലാത്ത ഒരു പ്രത്യേകതരം ഗന്ധം ധനുമാസക്കാറ്റിലെ അന്തരീക്ഷത്തിൽ നേർത്തലിയിച്ചു നിൽക്കുന്നു. കറുത്ത കടിയുറുമ്പും മഞ്ഞ വരയുള്ള കറുത്ത അട്ടയും നിലത്തും മറ്റ് പ്രാണികൾ അന്തരീക്ഷത്തിലുമായി വ്യാപിച്ചു കാണാം. ഇവയൊക്കെ തന്നെ ഇരുവരെയും അലോസരപ്പെടുത്തുന്ന പോലെ അവർ വിരലുകൾ കൂട്ടി മൂക്ക് പിടിക്കുകയും കഴുത്തും മുഖവും ചൊറിയുകയും ചെയ്യുന്നുണ്ട്. ഹൈവേ മാത്രമേ വാഹനങ്ങളുടെ ടയറുരഞ്ഞ് ഈറൻ മാറി ഉണങ്ങിയതായിട്ടുള്ളൂ ആ പ്രദേശത്ത്. റൂമിലെ ഫാൻ നല്ല വേഗത്തിൽ കറങ്ങുന്നുണ്ട്. രണ്ടാമൻ ആത്മഗതം പോലെ ഒന്നാമൻ കേൾക്കെ വീണ്ടും പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ മരിക്കണം. ഒന്നാമൻ കയ്യിലിരുന്ന 1/2 ഗ്ലാസ്സിലധികം വരുന്ന മദ്യം ഒറ്റവലിക്ക് തൊള്ള തൊടാതെ അകത്താക്കി. അപ്പോഴേക്കും ഇരുവരും 3 ലാർജ് വീതം കഴിച്ചു കഴിഞ്ഞു. ഒന്നാമൻ അല്പം സ്വരം ഉയർത്തി, മരിച്ചോ? അതിന് ഞാൻ എന്തിനാ കൂടെ വരുന്നേ? നിങ്ങൾ പോയി ചത്താൽ മതി. രണ്ടാമൻ സ്വിച്ച് ബോർഡിലെ ബെല്ലമർത്തി. തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന ബാർമാൻ ഓടിയെത്തി. ഇവിടെ ഞങ്ങൾക്ക് 2 ഡബിൾ ലാർജ് വീതം, ബ്രാൻഡ് മാറാതെ, റിപ്പീറ്റ്. രണ്ടാമൻ ടേബിളിന് മുകളിൽ കൂടി തൻ്റെ വലതുകൈ ഒന്നാമന് നീട്ടി കൈപിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, എനിക്ക് മരിക്കണം. ഒറ്റയ്ക്ക് കഴിയുന്നില്ല. എന്നെ ചാകാൻ സഹായിക്കണം. എന്നെ ഒന്ന് കൊന്നു തരാമോ? ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കിന്ന് മരിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ഭ്രാന്താണോ? മരിക്കാൻ എത്രയെത്ര മാർഗങ്ങളുണ്ട്. ഇയാൾക്ക് കുറച്ച് ഉറക്ക ഗുളിക വാങ്ങി ഈ മദ്യത്തിൽ അലിയിച്ച് കഴിച്ചാൽ തന്നെ ഒടുക്കലത്തെ ഉറക്കം കിട്ടും. ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങി മരിക്കാം. അല്ലേൽദാ ആ പൊന്തക്കാട്ടിൽ ഒരു മൂത്ത ഒതളങ്ങാമരമുണ്ട്. അത് നിറയെ കായ്ച്ചു നിൽപ്പുണ്ട്. നിന്നെപ്പോലുള്ളവർ ഭഗ്നാശ ബാധിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഓടിപ്പോകുന്നത് എനിക്കറിയാം. എന്നെ വെറുതെ വിട്. ഒന്നാമൻ വെപ്രാളത്തിൽ പറഞ്ഞു നിർത്തി. ഞാൻ അത്തരം എല്ലാ മാർഗങ്ങളും പലതവണ പരീക്ഷിച്ചതാണ്. ദുർബലമായ ശ്രമങ്ങളായതിനാൽ ഒന്നും വിജയിച്ചില്ല. എനിക്ക് മാത്രമായിട്ട് കഴിയുന്നില്ല. എനിക്കൊരാളുടെ സഹായം ആവശ്യമാണ് ഇക്കാര്യത്തിൽ. ദയവായി എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? രണ്ടാമൻ നിസ്സഹായനായി. നിങ്ങൾ എന്നെ കൊലപാതകയാക്കല്ലേ. ഒരാൾ സ്വയം മരിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് സാരമായ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വേണമെങ്കിൽ പേരൂർക്കട ഊളംപാറ ആശുപത്രിയിൽ കൊണ്ടുവിടാം. ഒന്നാമൻ സ്വരം ഒതുക്കി പറഞ്ഞു. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നതാണ് എൻ്റെ പ്രശ്നം. മരിച്ചു കിട്ടുക എന്നത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. സത്യം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. മദ്യപിച്ചാൽ ഉഗ്രരൂപികളായ ചിന്തകളെ താൽക്കാലികമായി മറക്കാമെന്ന് കരുതി. പക്ഷേ മദ്യം ഉള്ളിൽ ചെന്നാലുടൻ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മൂർച്ച കൂടി വ്യക്തതയോടെ മനസ്സിൽ തെളിയും, ഭ്രാന്തനാക്കും. ഓർമ്മകൾ മായാത്ത മനസ്സിന് മരണം സാന്ത്വനമാണ്. അബദ്ധ ജീവിതത്തിനെതിരെ കലഹിക്കാനും നഷ്ടചൈതന്യം വീണ്ടെടുക്കാനും എനിക്ക് കഴിയില്ല, അയാൾ ആത്മഗതം പോലെ പറഞ്ഞു.
വീണ്ടും കൊണ്ടുവന്ന മദ്യം രണ്ടാളും ഒന്നും അറിയാത്ത പോലെ സേവിച്ചു തുടങ്ങി. ബാർമാൻ വാതിൽ തുറക്കുമ്പോഴൊക്കെ അടുത്ത മുറികളിൽ നിന്നും മറ്റുള്ളവരുടെ അർത്ഥരഹിതവും അരോചകവുമായ സംഭാഷണം ഇവിടെയും കേൾക്കാം. എന്തായാലും നമ്മൾ രണ്ടാളും അപരിചിതരാണ്. ഇനി ഒരിക്കലും തമ്മിൽ കാണുകയുമില്ല. നിങ്ങൾക്ക് ഞാൻ മരിക്കുന്നതിന് ഒരു കാരണം വേണം. അയാൾ തണുത്ത നിഴലിലെന്ന പോലെ കസേരയിൽ ചാഞ്ഞിരുന്നു. മറവി പുറന്തോടുടച്ച് മുള പൊട്ടുന്ന പോലെ മൃദുസ്വരത്തിൽ അയാൾ തുടർന്നു. ഈ നാട് എനിക്ക് അന്യമാണ്. ഞാനിവിടെ അപരിചിതനും. ഇന്ന് എൻ്റെ കഥ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും പതിവ് പരിപാടി ചെയ്യാൻ തയ്യാറാകണം. നേരം പുലരുമ്പോൾ മലയാള മാസം 1. വിഷയവാസനകളുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോകും. കുടിലമായ കാലത്തിൻ്റെ കെണി. ഇതു കേട്ടിട്ട് മർമ്മം പിളർക്കുന്ന ദുഃഖകഥ പോലെ ഒരു വേദന ഉള്ളിൽ ഉയർന്നു വരുന്നതായി ഒന്നാമനും തോന്നി. അശരീരി പോലെ ആരുടെയോ മുഴങ്ങുന്ന മൊഴികൾക്ക് കാതോർത്താലെന്ന വണ്ണം അവനിരുന്നു. രണ്ടാമൻ കഥ തുടർന്നു. നാളെ അവരെ കണ്ടാൽ പിന്നെ ഈ ജീവിതം വീണ്ടും രാപ്പകൽ മതിച്ചും മേളിച്ചും നടക്കും. മതിച്ച് അന്ധരായിത്തീരും. പേടിപ്പെടുത്തുന്ന ആ തൃഷ്ണയിൽ വീണടിഞ്ഞു പോകും. അവരുടെ മതിപ്പിക്കുന്ന അംഗഭംഗി, ഒടുങ്ങാത്ത ദാഹമോഹങ്ങൾ, 1000 കൈകൾ നീട്ടി പുണർന്നു നൽകുന്ന അനുഭൂതി, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന സമോഹനത്തിൻ്റെ നാളുകൾ ആവർത്തിക്കും. ഒന്നാമൻ: അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ പ്രണയ നൈരാശ്യം തന്നെ. ഒന്നാമൻ മന്ദഹസിച്ചു. നിനക്ക് ഭ്രാന്താണ്. നീ ഏതോ ഒരു സിനിമയിൽ നടൻ ജയറാമിനെ പോലെ വെളുത്ത സുന്ദരനാണ്. നീ നിന്നെയും ഈ ജീവിതത്തെയും സ്നേഹിക്കാൻ പഠിക്ക്. എങ്കിൽ ഇത്തരം ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ പ്രായത്തിൻ്റെ ഒരു രീതിയാണ് നീ ഈ പറയുന്നത്. രണ്ടാമൻ: ഏയ്, നിരാശയൊന്നുമല്ല. എൻ്റെ അസ്തിത്വത്തിന് എന്തർത്ഥം? ഭോഗചിന്തകൾ നുരകുത്തുന്ന ജീവിതമോഹം എന്നിൽ വീണ്ടും ഉണരുന്നു. ഊടും പാവുമായി തീർന്ന മൃഗീയ വാസനകൾ എൻ്റെ ചിന്താമണ്ഡലത്തെ കാർന്നു തിന്നുന്നു. എനിക്കവരെ പ്രണയിച്ച് മതിയായിട്ടുമല്ല. വഞ്ചനയുടെ അവതാരമാകാൻ ഞാനില്ല. നന്മ തിന്മകളുടെ അതിർവരമ്പുകൾ അറിയാൻ വേണ്ട ഔചിത്യം എനിക്കില്ലാതെ പോയി. ഞാൻ അന്ന് അവരുടെ അയൽവാസിയായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഒരു ഞായറാഴ്ച വൈകിട്ട് ഒരുത്തൻ കുളിച്ചൊരുങ്ങി ഒരുത്തിയുമൊത്ത് കറങ്ങാൻ പോകാൻ തയ്യാറായി ഹോസ്റ്റൽ മുറ്റത്ത് അവളെ കാത്ത് അക്ഷമനായി നിൽക്കുകയായിരുന്നു. കഞ്ചാവും കാനബിസും ഒരു കൂട്ടർ അഗസ്ത്യകൂടത്തിൽ നിന്ന് എന്ന് പറഞ്ഞ് കൊണ്ടു തന്നിരുന്നു. അതിലൊന്ന് പിടിപ്പിച്ചിട്ടാണ് ഞാൻ നിന്നത്. തുണി കഴുകി മുക്കിയ സോപ്പ് വെള്ളം 1-ാം നിലയിൽ നിന്നും ഞാൻ അവൻ്റെ തലയിൽ കൂടി ഒഴിച്ച് നനച്ച് നശിപ്പിച്ചു. തുടർന്നുണ്ടായ വാക്കേറ്റം അടിപിടിയിൽ കലാശിച്ചു. അവൻ്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ കോളേജിൽ നിന്നും സസ്പെൻഷനായി ക്രിമിനൽ കേസിൽപ്പെട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുന്ന കാലം. ആ കാലത്തെ പരിചയമാണ് അവരുമായിട്ട്. പിന്നെ അവർ വിവാഹിതയാകുമ്പോൾ ഞാനാണ് അവരുടെ അച്ഛൻ നിയമിച്ച ഡ്രൈവർ. അദ്ദേഹം ഒരു കേണലായിരുന്നു. ആ ഉദ്യോഗം ഞാൻ ഇന്നും തുടരുന്നു. എന്നോ ഞങ്ങൾ തമ്മിൽ അരുതാത്തൊരു അടുപ്പം ആരംഭിച്ചു. അവർക്ക് ഭക്തിയും കാമവും ഒരുപോലെയാണ്. നിലവിളിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വേഴ്ചയുടെ വേളകളിലും അവർ നിലവിളിക്കും. മധുരയുടെ മദം തുടിച്ചു നിൽക്കുന്ന അവരുടെ ചുണ്ടുകൾ, ആലസ്യത്തിൻ്റെ കയത്തിലേക്ക് താഴുന്ന അവരുടെ കണ്ണുകൾ, ഞങ്ങൾക്ക് രണ്ടാൾക്കും തൃപ്തി വരാത്ത കാമത്തിൻ്റെ മധുരതരമായ ആസക്തിയാണ്. ഓരോ തവണ കഴിയുമ്പോഴും പിന്നത്തെ പ്രാവശ്യം അന്ന് തന്നെ പ്രണയിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ സമയമെടുക്കും ഞങ്ങൾ വിട്ടുമാറാൻ. അപ്പോഴൊക്കെ ശിഥിലവും ആലസ്യപൂർണവുമായി ഞങ്ങളുടെ ശരീരങ്ങൾ മയങ്ങിക്കിടക്കും. അടക്കം തകർന്ന ഭോഗാഭിലാഷങ്ങൾക്കൊടുവിൽ ഞങ്ങൾ രണ്ടാളും ശരിക്കും അവശരായിട്ട് വെവ്വേറെ ഉറങ്ങും. അതാണ് ഞങ്ങൾക്കിഷ്ടം. ഈ അവസ്ഥ ഇപ്പോൾ ഞങ്ങളുടെ ശീലമാണ്. അവർക്ക് ഭർത്താവിനോടും മക്കളോടും ഒരു വിധത്തിലുമുള്ള സ്നേഹക്കുറവോ ഇഷ്ടക്കേടോ ഇല്ല. ഭർത്താവിന് താല്പര്യമുണ്ടെങ്കിൽ അവർ അയാളെയും അഡ്ജസ്റ്റ് ചെയ്യും. അയാൾക്ക് അതിനാൽ ഒന്നും മനസ്സിലായിട്ടില്ല. പരാതിയുള്ളതായും അറിയില്ല. പക്ഷേ അസംതൃപ്തമായി ചുരമാന്തി നിൽക്കുന്ന ഞങ്ങളുടെ ദാഹമോഹങ്ങൾ
പുണ്യം തേടി പോകുന്ന വഴിമധ്യകളിലും ഉണരും. ആർത്തികൾ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞിട്ട് ഇമയിളക്കം കൂടും. തേനിറ്റുന്ന ചുംബനങ്ങളുടെ മാസ്മരലഹരി ഞങ്ങളുടെ മുഖങ്ങളിൽ ചുവന്നു തുടിക്കും. അതിഗാഠമാകും ആശ്ലേഷങ്ങൾ. പിന്നെ ഞാൻ മൃഗതൃഷ്ണയാൽ പാപചിന്തകളോടെ അവരിൽ അടങ്ങാത്ത വീര്യസേചനം നടത്തും. ഇത്തരം കർമ്മങ്ങൾ എന്നെ അസാധാരണമായി ഭയപ്പെടുത്തുന്നു. കാരണം അഭിമാനനഷ്ടം എനിക്ക് ഒരിക്കലും സഹിക്കാവുന്നതല്ല. എങ്ങാനും ആരെങ്കിലും മനസ്സിലാക്കിയാൽ? ഞാൻ മദ്യപിച്ചിട്ട് വീട്ടിൽ പോകുന്നയന്ന് അവർ എന്നെ ശകാരിക്കും. എന്താ, പ്രശ്നം വല്ലതുമുണ്ടോ എന്നൊക്കെ. എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. സാറിന് എങ്ങും പോകാനില്ലാത്തപ്പോൾ എനിക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പോൾ ഞാൻ പുറത്തു പോകുന്നതും മദ്യപിക്കുന്നതും സാറിനറിയാം. സാറ് ഏതെങ്കിലും ഉന്നതന്മാരെ കാണാനുള്ളപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. ആ ദിവസങ്ങളിൽ അവർ സാറിനെ ഒരു 10 തവണയെങ്കിലും മൊബൈൽ ഫോണിൽ വിളിക്കും. അവൻ ഉറങ്ങാതെ നോക്കണേ എന്നും ചിലപ്പോൾ മൊബൈലിൽ സാറിനോട് പറയുന്ന ഭാവത്തിൽ സാനിറ്ററി നാപ്കിൻ വാങ്ങി വരണമെന്ന് എന്നോട് പറയും. നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ അത് എഴുതി അവനെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ചേംബറിൽ നിന്നും വരുന്നതിനിടെ സ്പെൻസറിൽ ആൾ നിൽപ്പുണ്ട്, അവരത് എടുത്തു കൊടുക്കും. അങ്ങനെ എന്നോട് സംവദിക്കാനുള്ള അവരുടെ താല്പര്യം പ്രകടിപ്പിക്കും. അവരാണ് എൻ്റെ ജീവനും പ്രപഞ്ചവും. ഈ പ്രപഞ്ചം മുഴുവനും അവരിലൂടെ എനിക്ക് കാണാൻ കഴിയും. എനിക്ക് എന്തുകൊണ്ടും സുഖജീവിതമാണ്. വിഷയസുഖത്തിൻ്റെ പാരമ്യത്തിലാണ് ഞാനിപ്പോൾ. അതിനാൽ തന്നെ ഈ 36-ാം വയസ്സിലും ഒരു കുടുംബജീവിതം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പലപ്പോഴും നല്ല സുന്ദരികളായ ബന്ധുക്കളെ എനിക്ക് ആലോചിക്കാറുണ്ട്. അതിപ്പോൾ വേണ്ടെന്ന് ഞാനും പറഞ്ഞൊഴിയും. അവരും സാറിനൊപ്പം ചേർന്ന് ഭംഗിക്ക് നമുക്കത് ആലോചിക്കാമെന്ന് പറയും. പിന്നീട് അവർ രഹസ്യമായി എന്നോട് പറയും, അവരുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നിയിരുന്ന നിമിഷങ്ങളായിരുന്നു അവയെന്ന്. ചിലപ്പോൾ അവർ എന്നോട് പറയും, നീ ഇനി ഇവിടെ നിൽക്കണ്ട, പെണ്ണ് കെട്ടി ഈ നാട് വിട്ട് പൊക്കോ എന്ന്. അങ്ങനെ പറയുന്ന ദിവസം അവർ പരമാവധി എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പക്ഷേ പിറ്റേന്ന് എന്നെ കിട്ടുമ്പോൾ ആനയെ തിന്നുന്ന വിശപ്പോടെ എന്നെ പുണരും. എനിക്കിപ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങളില്ല. ഇതിൽ കൂടുതൽ ഒരു സുഖം കിട്ടാനുമില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല. എല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വയം കഥ കഴിക്കാൻ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. എൻ്റെ പദ്ധതികളൊന്നും വർക്കാവുന്നില്ല. എനിക്ക് മരിക്കാൻ പരസഹായം കൂടിയേ തീരൂ. വണ്ടി ഓടിക്കാനും എൻജിൻ റിപ്പയർ ചെയ്യാനുമാണ് ഞാൻ പഠിച്ചത്. അത് നിശ്ചലമാക്കാൻ എനിക്കാകില്ല. താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. നിങ്ങൾ പറയുന്ന സ്ത്രീ അത്രയ്ക്ക് സുന്ദരിയാണോ? അതുവരെ അതീവ ഗൗരവത്തോടെ കഥ കേട്ടിരുന്നിട്ട് ഒന്നാമൻ ആകാംക്ഷയോടെ കൗതുകത്തോടെ ആരാഞ്ഞു. ഞാൻ കഥ പറഞ്ഞു തീർന്നിട്ടില്ല. ഈ പറഞ്ഞതൊന്നും കേട്ടില്ലേ? എനിക്കിന്നും മതിവരാത്ത ലഹരിയാണവർ. ദുഃഖത്തിൻ്റെ ലാഞ്ചനയോട് കൂടിയ മൃദുസ്വരത്തിൽ രണ്ടാമൻ കഥ തുടർന്നു. അവരെ എങ്ങനെ വിട്ടുപിരിയും? സർപ്പഗന്ധിയാണവർ. വല്ലാത്തൊരു വശ്യത, ഉദ്ദീപിപ്പിക്കുന്ന ചിലമ്പുന്ന സ്വരമാധുര്യം, വെളുത്ത മുത്ത് പെറുക്കി അടുക്കി വെച്ചതുപോലത്തെ പല്ലുകൾ, നീണ്ടു ഉയർന്ന ശക്തിയുള്ള മൂക്ക്, കുങ്കുമ നിറമുള്ള കീഴ്ച്ചുണ്ട്, അല്പം തടിച്ച് നനഞ്ഞിട്ട്, വന്യമായ കപോലം, സൂക്ഷിച്ചു നോക്കിയാൽ നേരിയ നനുത്ത മീശ, കഴുത്തിനു പിന്നിലെ അലോസരപ്പെടുത്തി പറന്നു കളിക്കുന്ന ചെറുരോമങ്ങൾ, അഴകളവുകൾ തികഞ്ഞ ശരീരം, ചുവപ്പും കറുപ്പുമാണ് ഇഷ്ടനിറങ്ങൾ, വലിച്ചുവാരി സാരി കുത്തും, എപ്പോഴും തോളിൽ നിന്നും ഊർന്നു വീണുകൊണ്ടിരിക്കുന്ന സാരി, നിതംബം കഴിഞ്ഞും നീണ്ടു വളരുന്ന ആരോഗ്യമുള്ള തലമുടി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രകൃതം, ആണും പെണ്ണും ഒരുപോലെ ശ്രദ്ധിക്കും, കുലീനമായ പെരുമാറ്റം, അസാധാരണമായ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള സുന്ദരി. പച്ച വെളിച്ചെണ്ണ ശരീരത്തിലാകെ തേച്ച് കുളിക്കും. കുളി കഴിഞ്ഞാൽ കലാമിൻ ലോഷനും ക്രീമും കഴുത്തിലും മുഖത്തും പിന്നെ കൈകാലുകളിലും പുരട്ടി ശരീരമാസകലം മിനുസപ്പെടുത്തും. കക്ഷത്തും മുലകൾക്കിടയിലും നെഞ്ചിലെ കുഴിയിലും ടാൽക്കം പൗഡർ വിതറും. ഇതൊക്കെ കൊണ്ട് അവർ കടന്നു പോകുന്ന വഴിയാകെ മാദക ഉന്മാദമുണർത്തുന്ന ഭ്രാന്തമായ ഒരു മണം പരക്കും.
അവരുണ്ടാക്കുന്ന ഒരൊറ്റ പ്രഭാത ഭക്ഷണം മതി ഏതൊരു കപ്പിത്താനും അവരിൽ ആകൃഷ്ടനാകാൻ. ബട്ടർ അധികമായി തേച്ചുണ്ടാക്കിയ ബ്രെഡ് ടോസ്റ്റ്, തക്കാളിയും ക്യാരറ്റും ഇട്ട ഓംലെറ്റ്, ഇഡ്ഡലിയും ദോശയും ചട്നിയും സാമ്പാറും, ചിലപ്പോൾ പുട്ടും കടലക്കറിയും മുട്ടയും ഏത്തക്കായ പുഴുങ്ങിയതും, മറ്റു ചിലപ്പോൾ അപ്പവും വെണ്ടയ്ക്ക സ്റ്റ്യൂവും ഉപ്പുമാവും ഓംലെറ്റും, ചൂടുള്ള കോഫിയും. ഉന്നതരായ മലയാളികളുടെ പട്ടാളത്തിലെ സ്റ്റൈലിഷ് ചിട്ടകളാണ് ഇതൊക്കെ. ഞാനും സാറും വീട്ടിലില്ലാത്തപ്പോൾ ഗാർഡനിൽ അവർ ഇറങ്ങും. എല്ലാത്തരം ചെടികളെയും സ്പർശിക്കും, ചെടികളോട് സംസാരിക്കും. പലതരം റോസും മുല്ലയും പിന്നെ എല്ലാത്തരം ക്രോട്ടൺ ചെടികളും അവിടെയുണ്ട്. ഓരോരുത്തരോടും പ്രത്യേകം സമീപനമാണ്. വെറുതെ പൂ പറിച്ച് ദൈവങ്ങൾക്ക് അലങ്കാരമാക്കാറില്ല. മാസത്തിലെ തിരണ്ടു ദിനങ്ങളിൽ കൊഴിഞ്ഞു വീഴുന്ന ഇതളുകളെടുത്ത് തലയിൽ തിരുകും. ഞങ്ങളുടെ മുന്നിൽ കൂടി ശ്രദ്ധിക്കത്തക്കവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ സാറ് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്കെന്താ വട്ടാണോ എന്ന്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ പറയും, അത് എന്നെ വട്ടുപിടിപ്പിക്കാനാണെന്ന്. എന്നാൽ ആ ദിവസങ്ങളിൽ അവർ എന്നത്തെക്കാളും ശരിക്കും സുന്ദരിയായി കാണപ്പെടും. ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഞാൻ എങ്ങനെ വിട്ടുപിരിയും? എനിക്ക് കഴിയില്ല. ഇത്രയും പറയുമ്പോൾ അയാൾ ഞങ്ങളിരിക്കുകയായിരുന്ന 1-ാം നിലയുടെയും മുകളിലോട്ട് വളർന്നു നിൽക്കുന്ന ആഞ്ഞിലി മരത്തെ കൂടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെ കാണാവുന്ന വെളിച്ചെണ്ണമില്ലും തുടർന്ന് വിജനതയിലേക്ക് എറിയുന്ന വെള്ളിമുത്തുകൾ പോലെ തിളങ്ങുന്ന ജലഗണങ്ങൾ തങ്ങി നിൽക്കുന്ന കുറ്റിക്കാടും അവൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒന്നാമനെ നോക്കി തനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും വിട പറയാൻ സമയമായെന്ന് സൂചിപ്പിക്കുന്ന പോലെ ശൂന്യത പരത്തുന്ന ദുഃഖത്തിൻ്റെ ലാഞ്ചന വിട്ടുമാറാത്ത നിർവികാരമായ സ്വരത്തിൽ സമയം എന്തായി എന്ന് ചോദിച്ചു. അവൻ തന്നെ പറഞ്ഞു, 8 ആകാറായി. നന്നേ ഇരുട്ടി. ദിക്കും ദിശാമുഖങ്ങളും അടഞ്ഞു കഴിഞ്ഞു. എങ്ങോട്ട് പോകും? പെട്ടെന്ന് അവൻ പഴയ ഉത്സാഹം വീണ്ടെടുത്തതുപോലെ, ഞാനീ പറഞ്ഞത് ഒരു കഥ മാത്രമാണ്. 2 യുവാക്കൾ ചേർന്നാൽ പറയുമായിരുന്ന ഒരു സാങ്കല്പിക കഥ, അത്ര തന്നെ. ഈ കെട്ടുകഥ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലോ, സഹായിച്ചില്ലെങ്കിലോ? എനിക്ക് താങ്കളുടെ സഹായം ആവശ്യപ്പെടാൻ ഒരവസരം ഉണ്ടാക്കുകയായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു സുന്ദരി സ്ത്രീ എവിടെ ഉണ്ടാകാനാണ്? ആൾവാസമില്ലാത്ത ദ്വീപിലെ വികാരവതിയായ ഒരു അപ്സരസ്. അവൻ്റെ ശിരസ്സു കുനിച്ച് അലസമായി താഴ്ന്ന സ്വരത്തിൽ സ്വയം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യേണ്ട സുഹൃത്തെ, എത്ര പണം വേണേലും തരാം. പാൻസിൻ്റെയും ഷർട്ടിൻ്റെയും പോക്കറ്റിൽ നിന്നും 1000-ൻ്റെ 3 നോട്ടുകെട്ടുകൾ എടുത്ത് അയാൾ ഒന്നാമനെ കാണിച്ചു. ഇന്നത്തെ ബില്ലും കഴിഞ്ഞു വരുന്ന മുഴുവൻ പണവും നിങ്ങൾക്കെടുക്കാം. ഒരു കൊല ചെയ്യാനും മാത്രം മനസ്സയഞ്ഞതുപോലെ. പണം എന്തിന്? ഞാൻ എങ്ങനെ? എനിക്കറിയില്ല, എന്നെക്കൊണ്ടാകില്ല. ഒന്നാമൻ വളരെ പതറിയ മൃദുവായ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അസാധാരണമായ ഒരുതരം വിചിത്ര സന്തോഷം രണ്ടാമൻ്റെ ഉള്ളിൽ വിടർന്നു. പണം ഒരു വല്ലാത്ത ധൈര്യമാണ് നമുക്ക് തരുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ ആളുകളുടെ വിശ്വാസം എളുപ്പം നേടാം. നിങ്ങൾക്കത് കഴിയും. നിങ്ങളുടെ കൈക്കും കാലിനും നല്ല കരുത്തുണ്ട്, കണ്ടാലറിയാം. എന്നേക്കാൾ ആരോഗ്യവുമുണ്ട് നിങ്ങൾക്ക്. എന്നെ നോക്കൂ, ഞാൻ നിങ്ങളെക്കാൾ മെലിഞ്ഞിട്ടല്ലേ? നിങ്ങളോളം ഉയരവും ചിലപ്പോൾ പ്രായവും തുല്യമായെന്നിരിക്കും. അല്പം ആലോചിച്ചിട്ട് ഒന്നാമന് നിഷേധിക്കാൻ അവസരം നൽകാതെ, നിങ്ങളുടെ ഈ താടി നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള മനക്കരുത്തുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുന്നു. പക്ഷേ ഞാൻ ബലഹീനനാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ്. നിങ്ങൾക്കതുണ്ട്. അയാൾക്ക് ആവേശം കൂടിയ പോലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ പരാജയപ്പെടാതെ എങ്ങനെ ഈ കൃത്യം ചെയ്യുമെന്ന്? എന്നെ അധികം വേദനിപ്പിക്കരുത്. മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കരുത്. കീറി മുറിച്ച് വഴിയിൽ ചോര വാർന്ന് അർദ്ധപ്രാണനായി ഉപേക്ഷിച്ചു പോകരുത്. നിങ്ങൾക്കെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാം. പക്ഷേ നിങ്ങളത് വെറും കൈ കൊണ്ട് ചെയ്യരുത്. ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാനായില്ലെന്ന് വരും. മാത്രവുമല്ല, അത് തെളിവാകും. നിങ്ങളെൻ്റെ ശരീരത്തിൽ നേരിട്ട് തൊടരുത്. ഞാൻ തന്നെ ഒരു മാർഗം പറഞ്ഞു തരാം. ഇവിടെ പരിസരത്ത് കപ്പിയും കയറും അതുമാതിരി സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ടോ? രണ്ടാമൻ ആരാഞ്ഞു. ഓ, ഹൈവേ ക്രോസ് ചെയ്താൽ അവിടെ ഒന്നുണ്ട്. ഒന്നാമൻ തീരെ താല്പര്യമില്ലാതെ വികാരരഹിതനായി പറഞ്ഞു.
രണ്ടാമൻ ബെല്ലടിച്ച് ബാർമാനെ വരുത്തി. ഞങ്ങൾ എത്ര കഴിച്ചു? ഒറ്റ ബില്ലാണ്. ബാർമാൻ: രണ്ടാളും കൂടി 13 ഡബിൾ ലാർജ്. പിന്നെ ഭക്ഷണത്തിൻ്റെ ബില്ല് നോക്കണം. ഇതാ 3000 ഉണ്ട്. തികയുമോ? വില കൂടുന്നത് നാളെ കഴിഞ്ഞല്ലേ. ബാർമാൻ കാശുമായി പോയി. ബാക്കി വാങ്ങാൻ നിൽക്കാതെ രണ്ടാളും പതുക്കെ നടന്ന് പുറത്തിറങ്ങി. അവർ സശ്രദ്ധം ഹൈവേ ക്രോസ് ചെയ്തു. നിങ്ങൾ ഇത്ര ഭയക്കുന്നത് എന്തിനാണ്? വണ്ടി ഇടിച്ചിട്ടാണെങ്കിലും മരിച്ചാൽ പോരെ? ഒന്നാമൻ അതിശയിച്ചു. അയ്യോ, എന്നെ പേടിപ്പിക്കില്ലേ. എൻ്റെ ഉള്ളിൽ ഇന്ന് അപൂർവമായി ഉണ്ടായ താല്പര്യം കെടുത്തല്ലേ. അത്തരത്തിൽ ദാരുണമായിട്ട് മരിക്കാൻ എനിക്ക് ധൈര്യമില്ല. വാഹനമിടിച്ച് കൈകാലുകൾ ഒടിഞ്ഞ് ചതഞ്ഞരഞ്ഞ് രക്തം വാർന്ന് വികൃതനായി മരിക്കുന്നത് എനിക്ക് ആലോചിക്കാനാകുന്നില്ല. രണ്ടാമൻ പരിഭ്രാന്തനായി പറഞ്ഞു. ഞാൻ പറയാം. നമുക്ക് ആ കടയിൽ നിന്നും കുറച്ച് തൊട്ടികെട്ടുന്ന കനമുള്ള കയർ വാങ്ങാം. പിന്നെ 2-3 പിടി വേലി കെട്ടുന്ന കയറും ഒരു കപ്പിയും കുറച്ച് ഇടത്തരം കനമുള്ള മെഴുകുതിരികളും വാങ്ങാം. കുറേ ദൂരം ഇരുട്ടിലൂടെ നടക്കാനുള്ളതാണ്. നിങ്ങൾക്കതിനു ശേഷം തിരിച്ചും വരണമല്ലോ. തീപ്പെട്ടി കയ്യിലുണ്ടല്ലോ, അത്രയും മതി. പിന്നെ ഒരു പിക്കാക്സോ മൺവെട്ടിയോ കൂടി വേണമെങ്കിൽ കടയിൽ ചെന്നിട്ട് നോക്കാം. വളരെ ഉറച്ച സ്വരത്തിൽ പരിഭ്രമം കൂടാതെയാണ് ഇത്രയും അയാൾ പറഞ്ഞത്. സ്വയം കൊല്ലപ്പെടുന്നതിനുള്ള സാധനങ്ങളുമായി രണ്ടാമൻ ഒന്നാമനെയും കൂട്ടി എണ്ണമിൽ ലക്ഷ്യമാക്കി സാവധാനം നടന്നു. ഹൈവേയിൽ തെരുവുവിളക്കുകൾ അവിടെവിടെ മഞ്ഞ നിറത്തിൽ മങ്ങിക്കത്തുന്നുണ്ട്. അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ ടയറിൽ നിന്നും പുകയും പൊടിയും ചേർന്ന നേരിയ ചൂടുള്ള ജലകണങ്ങൾ തെറിക്കുന്നുണ്ട്. റോഡിൽ ടയർ ഉരയുന്ന ഭാഗത്തു നിന്നും ചൂട് ആവി ഉയരുന്നുമുണ്ട്. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോഴൊക്കെ വർണ്ണാഭമായി മഴവിൽ പ്രത്യക്ഷപ്പെട്ടു മറയുന്നു. കാൽനട യാത്രക്കാരും തെരുവിൽ കുറവാണ്. തങ്ങളെ കടന്നു പോകുന്നവർ എല്ലാം അപരിചിതരാണ്. ആരും ആരെയും തിരിച്ചറിയുന്നില്ല, പരസ്പരം ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് മില്ലിൻ്റെ മതിലിന് വടക്കുഭാഗം ചേർന്ന് പതുക്കെ നടന്ന് പുറകിലോട്ട് പോകാം. അതാകുമ്പോൾ വാഹനങ്ങളുടെ ലൈറ്റ് നമ്മളെ ഒറ്റുകൊടുക്കില്ല. രണ്ടാമൻ അടക്കം പറഞ്ഞു. മില്ലിൻ്റെ മതിൽ കഴിഞ്ഞ് പടിഞ്ഞാറ് ഒരു 50 മീറ്റർ കൂടി പോകണം. അവിടെ ഒരു ചന്ദനമരം നിൽപ്പുണ്ട്. അതിനു കീഴിലാണ് ഈ ദേശക്കാർ പകൽ ചീട്ട് കളിക്കാനിരിക്കുന്നത്. ചന്ദനമരമാണെന്നറിയാതെയാണ് ആ മരത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവർ ആ വൃക്ഷം ഒരു മഞ്ഞണാത്തി എന്നാണ് കരുതിയിരിക്കുന്നത്. അവിടമാണ് നിങ്ങൾ എന്നെ കൊന്നു നിർത്തേണ്ടത്. അതാകുമ്പോൾ രാവിലെ നാട്ടുകാരെടുത്ത് മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ മതിൽ തീരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് സൂക്ഷിച്ച് താഴെ നോക്കി നടക്കണം. പാമ്പ് കാണും. ചീട്ടുകളിക്കാർ നടക്കുന്ന ഒറ്റയടി പാതയിലൂടെ നടക്കാം. ഈ മണ്ണും കുറ്റിച്ചെടികളും പുല്ലുമെല്ലാം നനവ് മാറാതെ കിടപ്പുണ്ട്. തവളകളും ചീവീടുകളും കാറുന്നത് കേൾക്കുന്നില്ലേ? അത്രയും പറഞ്ഞു തീരുന്നതിനൊപ്പം പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഇതാ മരച്ചീനി ചുട്ടുവെന്തതിൻ്റെ ഒരു മണം ചൂടോടെ കാറ്റിൽ വരുന്നുണ്ട്. അതവനാ. ഏതോ വമ്പൻ സാധനമാണ്. അവൻ പരിസരത്ത് തന്നെയുണ്ട്, സൂക്ഷിക്കുക. രണ്ടാമൻ ഒന്നാമന് നിർദ്ദേശം നൽകി. രണ്ടാമൻ തൻ്റെ തന്നെ മരണത്തിനുള്ള വഴി ഒന്നാമന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കെ ഒരു കൊല ചെയ്യാൻ മാത്രം തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനുള്ള ധ്യാനത്തിലായിരുന്ന ഒന്നാമൻ മൗനം വെടിഞ്ഞു. പാമ്പ് കടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് മരിച്ചാൽ പോരെ? അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. വിഷദംശമേറ്റ് മരിക്കുന്നതിനേക്കാളും വണ്ടി ഇടിച്ച് ചാകുന്നതാണ് എനിക്കിഷ്ടം. ആ ജീവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അറപ്പാണ്. ശരീരത്തിൽ എന്തോ മാതിരി തരിച്ചു കയറുന്നത് പോലെ. അയ്യോ! രണ്ടാമൻ സമനില തെറ്റിയെ പോലെ അലറി വിളിച്ചു. പാമ്പ് കടിയേറ്റ് നീലിച്ച് കറുത്ത് ചത്തുകിടക്കാൻ എനിക്കാകില്ല. ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ജീവിയാണത്. പിന്നെയും പെട്ടെന്ന്, അയ്യോ, എന്നെ പാമ്പ് കൊത്തി. എൻ്റെ കാൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ആ മെഴുകുതിരി ഇങ്ങോട്ട് കാണിക്ക്. ആ കൂന്താലി എടുക്ക്. അയ്യോ അയ്യോ എന്ന് രണ്ടാമൻ നിലവിളിച്ചു. ഏയ്, പാമ്പുമല്ല, ഒരു ചുക്കുമല്ല. ഒന്നാമൻ മെഴുകുതിരിയുമായി നിവർന്നിട്ട് രണ്ടാമനെ നോക്കി പുച്ഛിച്ചു. മരിക്കാൻ നടക്കുന്നവൻ.
അതൊരു ഉണങ്ങിയ കാട്ടുവള്ളിയാണ്. എന്നിട്ട് ആത്മകഥം പോലെ, അത് പാമ്പ് തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. കഴിച്ച സാധനം എങ്ങനെയുണ്ട്? ശരിക്കും ഫിറ്റായി അല്ലേ? ഒന്നാമൻ കളിയാക്കുന്ന തരത്തിൽ ചോദിച്ചു. മറുപടി വളരെ ഗൗരവത്തിൽ തന്നെ, ഞാൻ എന്തെങ്കിലും കഴിച്ചതായി തോന്നുന്നില്ല. എല്ലാം സെക്കൻഡ്സാണ്. വായ് നാറ്റി എന്ന് പറയുന്നതാണ് ശരി. നിങ്ങളുടെ മോഹം എങ്ങനെയുണ്ട്? രണ്ടാമൻ തിരിച്ചു ചോദിച്ചു. അത് കണക്കാ, താനീ മൊങ്ക. ഒരു ഗുണവുമില്ല, മണവുമില്ല. ഒരു ഭിക്ഷുവിൻ്റെ വികാരം. ആരോടും, ഒരു ജീവജാലങ്ങളോടും ഒന്നിനോടും ബാധ്യതയില്ല. നിർമ്മമത. ഇതൊന്നും സെക്കൻഡ്സ് പോലും ആകില്ല. കണിച്ചുകുളങ്ങര കലക്കായിരിക്കും. ഒന്നാമൻ സംശയം കൂടാതെ പറഞ്ഞു. ചന്ദനമരം നോക്കി രണ്ടാളും നടക്കുന്നതിനിടെ, ഇനി പറയ്, ഞാൻ എങ്ങനെ നിന്നെ കൊല്ലണം? ഒന്നാമൻ നിർവികാരനായി, എന്നാൽ ഉറച്ച സ്വരത്തിൽ ആരാഞ്ഞു. രണ്ടാമൻ, പതുക്കെ പറയ്. മെഴുകുതിരി താഴ്ത്തി പിടിക്ക്. ആരെങ്കിലും ദൂരെ നിന്ന് നമ്മളെ കാണും. വളരെ ആകുലപ്പെട്ട് വിറയാർന്ന സ്വരത്തിൽ, ഇതാ ഞാൻ പറഞ്ഞ കൂലി. സന്തോഷത്തോടെ നിങ്ങൾ എടുത്തുകൊള്ളുക. ഒന്നാമൻ മനസ്സില്ലാ മനസ്സോടെ ഇടതു കൈ നീട്ടി ആ പണം വാങ്ങി. നിങ്ങളും വാക്കു പാലിക്കണം. നിങ്ങൾക്കതിന് കഴിയും. അനിവാര്യമായ ഒരു മരണം, നിയതിയുടെ നിശ്ചയം. അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ കൃത്യം 4 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ തന്നെ ഈ കനമുള്ള കയറുകൊണ്ട് എൻ്റെ കഴുത്തിൽ കുരുക്കിടുന്നു. ഞാൻ വെപ്രാളപ്പെട്ട് നിലവിളിക്കാതിരിക്കാൻ എൻ്റെ തൂവാല വായിൽ തിരുകണം. കൈകാലടിച്ച് പിടയ്ക്കാനും രക്ഷപ്പെടാനും ശ്രമിക്കും. നിങ്ങൾക്കെന്നോട് ഒരു ദയയും തോന്നരുത്. നിങ്ങൾ ഈ കനം കുറഞ്ഞ കയറുകൊണ്ട് എൻ്റെ കൈയും കാലും വേറെ വേറെ കൂട്ടിക്കെട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ എൻ്റെ ദേഹത്ത് തുടരുത്. എനിക്ക് നിങ്ങളെയും തൊടാൻ കഴിയാത്തത്ര അകലം നമ്മൾ തമ്മിൽ പാലിക്കണം. കയറിൻ്റെ ഒരറ്റം ഞാൻ തന്നെ ദാ ഈ മരത്തിൽ കെട്ടുന്നു. ഇപ്പോൾ കയറിൻ്റെ മധ്യത്തിലായി എൻ്റെ സ്ഥാനം. ഇരട്ട കുരുക്കാണ് ഞാനിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും തമ്മിൽ ഏകദേശം 4 മീറ്റർ ദൂരമുണ്ടാകും. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് എന്നേക്കാൾ കരുത്തുറ്റ കൈകാലുകളുണ്ട്. ആന വലിച്ചാലും ചായില്ലാത്തത്ര വേരോട്ടമുള്ള നല്ല ഉറച്ചു മൂത്ത ചന്ദനമരമാണിത്. ഈ കപ്പി നിങ്ങൾ നിൽക്കുന്നിടത്തെ ആ അമ്മച്ചിമാവിൻ കൊമ്പിൽ കെട്ടി കയറ് കപ്പിയിലൂടെ കൊരുത്തു പിടിക്കുക. നിങ്ങളുടെ സർവശക്തിയും പ്രയോഗിക്കണം. ഒരു സാഹചര്യത്തിലും എന്നെ നോക്കരുത്. വെറും 7 സെക്കൻഡ് കൊണ്ട് കാര്യം നടത്താം. ഒരു മുഴുനീള സ്വപ്നം കാണുന്നത്ര സമയം മാത്രം. നിങ്ങളുടെ കാതുകളെ എന്നിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്വതന്ത്രമാക്കുക. ഇനി കയറിൽ പിടിമുറുക്കുക. വലിച്ചു മുറുക്കിക്കോളൂ. ചേതനയറ്റു എന്ന് ഉറപ്പ് വരുന്നതുവരെ പടിഞ്ഞാറ് നോക്കി നിന്ന് ശക്തിയായി വലിക്കുക. അപ്പോൾ എൻ്റെ ശരീരം ഈ ഭൂമിയിൽ നിന്നും ഉയർന്ന് ആകാശത്ത് പൊങ്ങും. കൂട്ടിക്കെട്ടിയ കൈകാലുകൾ ജീവൻ പോകുന്നതിനിടെ പരസ്പരം കൂട്ടി ഒരുമുന്ന ഒച്ച കേൾക്കാം. ഒപ്പം കഴുത്തിലെ കയറ് മുറുകി ശ്വാസം മുട്ടി തൂവാല തിരുകിയടഞ്ഞ ഇടറിയ സ്വരത്തിൽ എന്നെ കൊല്ലല്ലേ എന്ന് അമറി വിളിക്കുന്നുണ്ടായിരുന്നു. ചന്ദനമരവും രണ്ടാമൻ്റെ കൈകാലുകളും കഴുത്തും ഞെരിച്ച ആ കയറും 7 സെക്കൻഡ് നേരത്തേക്ക് മാത്രം വിറകൊള്ളുന്നുണ്ടായിരുന്നു. രണ്ടാമനിൽ ചുരമാന്തി നിന്ന മതത്തിൻ്റെ ഭ്രാന്തമായ പാച്ചിലിൽ കത്തിനിന്ന ഉന്മത്ത ഭാവം മെല്ലെ മെല്ലെ എങ്ങോ മറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആന്തരികമായ ഒരു ശാന്തതയുടെ സുഖസ്പർശം രണ്ടാമൻ അനുഭവിക്കുന്നതായി ഒന്നാമന് തോന്നി. പിരിമുറുക്കം അയഞ്ഞ പടിഞ്ഞാറൻ കാറ്റ് ഒന്നാമനെയും രണ്ടാമനെയും അതിമൃദുലമായി തലോടി കുളിര് പകർന്നു കടന്നുപോയി. ആ മരക്കൊമ്പുകളിൽ അന്തിയുറങ്ങാൻ ചേക്കേറിയ കാക്കകൾ ക്രാ ക്രാ എന്ന് കരാളമായി അസ്വസ്ഥത പരത്തി കാറിക്കൊണ്ട് എവിടെയെന്നില്ലാതെ രണ്ടാമൻ്റെ ജീവനൊപ്പം പറന്നകന്നു. അരാജകൻ. അയാൾക്ക് ചിന്തകളുടെ അവസാനിക്കാത്ത അസ്വാസ്ഥ്യത്തിന് സാന്ത്വനം കിട്ടി. ഒന്നാമൻ പിറുപിറുത്തു.